ആയിട്ട് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സഖാവ് നാസർ കൊളായി നമ്മോടൊപ്പം ചേരുകയാണ്. താങ്കൾ വലിയ ഒരു പ്രഭാഷകനാണ്, വാക്കുകൾ താങ്കളുടെ നാവിൻ്റെ തുമ്പിലുണ്ട്. പക്ഷേ ഈ നിമിഷം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ മൗനമാണോ അതോ ഓർമ്മകളുടെ വലിയ പ്രവാഹമാണോ താങ്കളുടെ ഉള്ളിൽ വരുന്നത്? VS എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ടക്ഷരമാണ്. സത്യത്തിൽ VSന്റെ ഭൗതിക ശരീരം മാത്രമേ വിട പറഞ്ഞു പോയിട്ടുള്ളൂ. VS എക്കാലത്തും മലയാളികളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. കാരണം ജീവിതാരംഭകാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രവർത്തിച്ച് പുന്നപ്രയിലും വയലാറിലും ഒക്കെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകി ക്രൂരമായ പീഡനത്തിനിരയായി മരിച്ചെന്ന് കരുതി പോലീസുകാർ വലിച്ചെറിഞ്ഞെടുത്തുനിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കയറി വസൂരിയുടെ മഹാരോഗം വന്ന് തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ ദയനീയമായ അന്ത്യം കാത്തിരിക്കേണ്ടി വന്ന് അങ്ങനെ ജീവിതാനുഭവങ്ങളുടെ വല്ലാത്ത ഒരു സമ്പാദ്യത്തിൽ നിന്നാണ് അദ്ദേഹത്തിലെ ഒരു വലിയ വിപ്ലവകാരി ജനിച്ചിട്ടുള്ളത്. പാവപ്പെട്ടവന് വേണ്ടി അവസാന നിമിഷം വരെ അദ്ദേഹം പോരാടിയിട്ടുണ്ട്. പ്രായം അദ്ദേഹത്തെ ഒരിക്കലും തളർത്തിയിട്ടില്ല. മതികെട്ടാമലയിലെ കയ്യേറ്റ ഭൂമിയിലേക്ക് ചെറുപ്പക്കാരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് നടന്നു കയറിയ ഒരു വലിയ പോരാളിയുടെ ചിത്രം മലയാളി അത്ര പെട്ടെന്ന് മറക്കില്ല. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരുപാട് മുദ്രാവാക്യങ്ങൾ ജീവനോടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, സഖാവിന്റെ ഭൗതിക ശരീരം മാത്രമേ വിട പറഞ്ഞു പോയിട്ടുള്ളൂ. സഖാവ് ഇപ്പോഴും ജലിക്കുന്ന ഓർമ്മയായി ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിലും ജീവിക്കുകയാണ്. എന്നെന്നും ആ സഖാവ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സുകളിൽ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ്. വളരെ നന്ദി നാസർ കൊളായി, ഈ നിമിഷം ഓർത്തെടുത്തതിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അർത്ഥദീപ്തമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരിക്കൽ കൂടി എത്തിച്ചതിനും. VS എന്ന രണ്ടക്ഷരം ഇനിയില്ല. പോരാട്ടങ്ങളുടെ സമരഭൂമിക വിട്ട്